മലബാർ സഭയിലെ 34 രൂപതകൾക്കുമൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ വിഭൂതി തിങ്കൾ ആചരിച്ചു. വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ചാക്കുടുത്ത് ചാരം പൂശി നൂതനമായ രീതിയിൽ നഗരത്തിൽ പ്രദക്ഷിണം നടത്തി. കച്ചേരിപ്പടിയിലെ സാന്റ് ജോസ് കോൺവെന്റിൽ സംഘടിപ്പിച്ച ശുശ്രൂഷയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. സീറോ മലബാർ സഭയിലെ 34 രൂപതകൾക്കൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ വിഭൂതി തിങ്കൾ ആചരിച്ചു. സീറോ മലബാർ സഭയുടെ വിഭൂതി ദിനമായ തിങ്കളാഴ്ച കച്ചേരിപ്പടിയിലെ സാന്റ് ജോസ് കോൺവെന്റിൽ നടന്ന ശുശ്രൂഷയിൽ നിരവധി പേർ സന്നിഹിതരായി. ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി സഭയെ അനുകൂലിച്ച് സമരം ചെയ്യുന്ന വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ചാക്കുടുത്ത് ചാരം പൂശി നൂതനമായ രീതിയിൽ നഗരത്തിൽ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്നും ഹൈക്കോർട്ട് ജംഗ്ഷൻ മറൈൻ ഡ്രൈവ് വഴി അതിരൂപത ആസ്ഥാനം വരെ മനുഷ്യ നീ മണ്ണാകുന്നു എന്ന വിഭൂതി ദിന ഗാനം ആലപിച്ച് പ്രദക്ഷിണം നടത്തി. എറണാകുളം ബസിലിക്കയിൽ ഈ വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനാ സമരത്തിന്റെ 69ാം ദിവസമാണിന്ന്. പ്രാർത്ഥന വേറൊന്നിനുമല്ല, സഭ നിർദ്ദേശിച്ച, മാർപ്പാപ്പ അംഗീകരിച്ച ഏകീകൃത കുർബാന നടന്നു കിട്ടണം, എല്ലാ പള്ളികളിലും നടന്നു കിട്ടണമെന്നുള്ള ആവശ്യത്തിന് മാത്രമാണ് ഈ സഹന സമരം. അത് നടന്നു കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ സഹന സമരം, ചാക്കുടുത്ത് ചാരം പൂശി ഒരു പരിഹാര പ്രദക്ഷിണം, ഇതുവരെ കണ്ണു തുറക്കാത്ത സഭാ തലവന്മാരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ നീക്കമാണിത്. അരമനയ്ക്ക് മുന്നിൽ ബൈബിൾ വായനയും സംയുക്ത പ്രാർത്ഥനയും നടത്തി. തുടർന്ന് ബസിലിക്കയിൽ പ്രവേശിച്ച വിശ്വാസികൾ അനുതാപഗാനങ്ങൾ ആലപിച്ച് നോമ്പുകാലത്തിന്റെ വിശുദ്ധിയിൽ പിരിഞ്ഞു. വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി, ജോസഫ് പി എബ്രഹാം, ക്യാപ്റ്റൻ ടോം ജോസഫ്, ജൂലി അലക്സ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സീറോ മലബാർ സഭയെ എല്ലാം ധിക്കരിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും പാമ്പ്ളാനി മെത്രാപ്പോലീത്തായും അവർക്ക് കൂട്ടുനിന്നുകൊണ്ട് ബുധനാഴ്ചത്തേക്ക് വിഭൂതി ബുധൻ ആചരിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ അസ്തിത്വം കാക്കാതെ, സീറോ മലബാർ സഭയുടെ പൈതൃകം കാക്കാതെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ച് വിമതർ ഉണ്ടാക്കുന്ന ഈ കോലാഹലത്തിന് സീറോ മലബാർ സഭ മുഴുവനുമാണ് പഴി കേൾക്കുന്നത്. ഇന്ന് 69 ദിവസമായി സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കായ ഈ പള്ളിയിൽ ഇത് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമാണ്. ഇവിടെ പ്രാർത്ഥനാ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. ഇന്ന് 69 ദിവസമായി ഞങ്ങൾക്ക് ഏകീകൃത കുർബാനയില്ല. ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാന മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ എന്ന് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പ ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൂടാതെ കുർബാനയല്ലാതെ മറ്റൊന്നും ഈ എറണാകുളം അങ്കമാലി അതിരൂപത ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ പാടില്ല എന്ന് സീറോ മലബാർ സഭയുടെ മെത്രാന്മാരെയും മറ്റുള്ളവരെയും ബോധിപ്പിച്ചുകൊണ്ട് സിവിൽ കോടതികളിൽ 2 സിവിൽ കോടതികളുടെ ഉത്തരവുണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് മൗണ്ട് സെൻറ്റ് തോമസ് എന്ന് എഴുതിയ ഒരു PRO എഴുതിയിരിക്കുന്നു, നമുക്ക് സീറോ മലബാർ സഭയിൽ കുറ്റകൃത്യങ്ങൾ നടന്നെങ്കിൽ അത് നിവർത്തിക്കാൻ നമുക്ക് ട്രിബ്യൂണലുകളുണ്ടെന്ന്. സുപ്പീരിയർ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് സിനഡിലെ മെത്രാന്മാരെല്ലാവരും കൂടിയാണ്. ആ സുപ്പീരിയർ ട്രിബ്യൂണലിൽ പരാതി കൊടുത്തിട്ട് 6 മാസമായി ഇന്ന് വരെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് പ്രാർത്ഥനാ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ ഹൂളിഗാൻസ്, സഭാവിരുദ്ധർ, അവിശ്വാസികൾ എന്നൊക്കെ പേര് പറഞ്ഞ്, വ്യാജ വിശ്വാസികൾ എന്നൊക്കെ പേര് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കുകയാണ്. നേരെ മറിച്ച് ഇവിടെ കൗബീന് ഇവിടുത്തെ കുർബാന ചൊല്ലിയവനൊക്കെ ഇപ്പോഴും സഭയുടെ അധികാരികളായി കൈകാര്യം ചെയ്യപ്പെടുന്നു. ഇത് സഭയാ നിയമങ്ങൾക്കെതിരാണ്, കാനോനിക നിയമങ്ങൾക്കെതിരാണ്. പഴയ കാലമല്ല, കാനോൻ നിയമമൊക്കെ ഞങ്ങളും വായിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചുള്ളിക്കലുള്ള നമ്മുടെ സോൾ ഫാഷനിൽ എല്ലാ വസ്ത്രങ്ങൾക്കും 50% വരെ ഓഫർ ഉണ്ട്. കുട്ടികളുടെ പാൻസിന് 25 രൂപ കൊടുത്താൽ ഈ കോഡ് സെറ്റിന്റെ വില വെറും 199 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിന് റേറ്റ് വരുന്നത് വെറും 310 രൂപ മാത്രം. ഗേൾസിന്റെ നല്ല ട്രെൻഡിങ് ക്രോപ്പ് ടോപ്പുകൾ വേഗം വന്നാൽ ഡബിൾ ആയിട്ട് മേടിക്കും.